കർഷകരോടൊപ്പം എന്ന് പറഞ്ഞ കണ്ണൂർ മൗണ്ടിൻ്റെ ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളൊരു പ്ലാന്റേഷനിലാണ്. ഇപ്പം 3 വർഷമായ ഒരു നാംഡോക്കുമായി മാവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇത് നമ്മുടെ മൗണ്ടൻ വ്യൂ ഫ്രൂട്ട് ഗാർഡൻ്റെയാണ്. മൗണ്ടൻ വ്യൂ ഫ്രൂട്ട് ഗാർഡൻ്റെ തൈയാണ്. അപ്പോൾ നല്ല തഴച്ച് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ഇതിനെ വന്ന് മാങ്ങ പറിക്കാനായിട്ട് സാധിക്കും. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു തായ്ലൻഡ് മാവാണ്. അപ്പോൾ ഇതുണ്ട് നമ്മൾ വെച്ചിട്ട് ഏകദേശം 6-7 മാസമായിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് നല്ല ഗ്രോത്ത് ആയിട്ടുണ്ട്. ഈ കാണുന്നത് നമ്മുടെ ജപ്പാൻ റെഡ് പേരയാണ്. അപ്പോൾ ഇത് നിറയെ ഉണ്ടാവും. കാരണം ഇതാ വിളവെടുക്കായിട്ട് പഴുത്ത് വീണതാണ്. അപ്പോൾ ഇതാ നിറയെ ഉണ്ടാകുന്നതാണ്. ഇത് ജപ്പാൻ റെഡാണ്. നമ്മുടെ മൗണ്ടൻ വ്യൂ ഫ്രൂട്ട് ഗാർഡൻ്റെ തൈയാണ്. ഇത് നിറയെ കായ്ക്കുന്ന തരത്തില്ല. ചില ആൾ പറയുന്നത് നമുക്ക് ഈ ഒരു ജപ്പാൻ റെഡൊന്നും കായ്ച്ച് കിട്ടുന്നില്ല എന്നിട്ട് പരാതിയുണ്ട്. പക്ഷേ നമ്മളെ മൗണ്ടൻ വ്യൂവിൻ്റെ തൈകളെല്ലാം കറക്റ്റ് സമയത്ത് തന്നെ കായ്ക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് സീഡ്ലെസ് ജപ്പാൻ റെഡ് പേരയാണ്. അതുപോലെ തന്നെ ഇത് വിയറ്റ്നാം റെഡ്, അങ്ങനെ അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക ഡാങ്സൂര്യ എന്ന് പറയുന്ന ഒരു ഇനത്തിൽ പെടുന്ന ഒരു പ്ലാവാണ്. ഇതും ഏകദേശം 3 വർഷമായ തൈയാണ്. അപ്പോൾ നമ്മളിപ്പോൾ വെച്ചിട്ട് ഏകദേശം 7 മാസം 8 മാസമായിട്ടുണ്ട്. അപ്പോൾ നല്ല ഗ്രോത്ത് ഉണ്ട്. കാരണം ഇതിന് എല്ലാ മാസവും ഇതിന് നല്ല പരിചരണം ലഭിക്കുന്ന തൈയാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു ചെടി വെച്ചിട്ട് കാര്യമുള്ളൂ. ഇത് നമ്മുടെ J33 പ്ലാവാണ്. ഇതും അതുപോലെ തന്നെ ഏകദേശം 7-8 മാസമായി നമ്മൾ വെച്ചിട്ട് നല്ല ഗ്രോത്ത് ഉണ്ട്. കാരണം ഇതിൻ്റെ നല്ല പരിചരണമാണ്. അതുകൊണ്ട് നമ്മളെ മൗണ്ടൻ വ്യൂ ഫ്രൂട്ട് ഗാർഡൻ്റെ തൈയാണ്. J33 മൗണ്ടൻ വ്യൂ ഫ്രൂട്ട് ഗാർഡൻ. അപ്പോൾ നിറയെ കായ്ക്കും. ഇത് നല്ല പ്ലാവാണ്. നല്ല പ്ലാവ് എന്ന് വെച്ചാൽ ഇതുപോലെ നിറയെ തിക്കായിട്ട് ചുളയുണ്ടാവും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. നല്ല തേൻ വരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഇല ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇതുപോലെ കൂർത്ത ഇലയും അതുപോലെ തന്നെ ഒരു ഇലക്ക് ചെറിയൊരു കട്ടിങ് ഉണ്ട്. അതാണ് J33 പ്ലാവ്. ഇത് നമ്മുടെ തായ്ലൻഡ് പിങ്കാണ്. അതും നമ്മുടെ മൗണ്ടൻ വ്യൂ ഫ്രൂട്ട് ഗാർഡൻ്റെ ആണ്. അതാ നമുക്ക് കാണാം. നമ്മുടെ ലോഗോ അല്ലെങ്കിൽ നമ്മൾക്ക് ബാഗിൻ്റെ അകത്തുണ്ട്, നമ്മളെ കാർഡ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് നിറയെ കായ്ച്ചിട്ട് നിങ്ങൾക്ക് കാണാം. നിറയെ ഉണ്ട്, എല്ലാത്തിലും കായ പിടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇതിൻ്റെ പ്രത്യേകത. നിറയെ ഇതാണ്ട പഴുത്ത് കിടക്കേണ്ട പേരൊക്കെ ഉണ്ട്. അപ്പോൾ ചെറുതായിരിക്കും, പക്ഷെ നിറയെ കായ്ഫലം നിലത്ത് വരെ മുട്ടിയിട്ട് കായ്ഫലം ഉണ്ടാകും. അപ്പോൾ നല്ല പരിചരണം കൊടുക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ കായ്ച്ച് കിട്ടും. ഇത് തായ്ലൻഡ് പിങ്കാണ്. നല്ല ടേസ്റ്റിയാണ്. പച്ചക്ക് കഴിക്കാനാണ്, നല്ല മധുരമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ തായ്ലൻഡ് പിങ്ക്. ഇത് നമ്മൾ റംബൂട്ടാൻ N18 ആണ്. അത് റംബൂട്ടാൻ N18 ആണ്. മൗണ്ടൻ വ്യൂ ഫ്രൂട്ട് ഗാർഡൻ്റെ ആണ്. അപ്പോൾ ഇത് നമ്മളിപ്പം പ്രൂൺ ചെയ്തിട്ടുണ്ട്. പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് നല്ല ചാണകപ്പൊടിയും വളങ്ങളൊക്കെ കൊടുത്ത് ഈ വർഷം ഇതിനെ റെഡിയാക്കി നിർത്തും. അപ്പോൾ അടുത്ത വർഷം തൊട്ട് പൂവിട്ട് തുടങ്ങും. അപ്പോൾ ഇത് N18 ആണ്. ഇത് കാലാപ്പാടി മാവാണ്. അപ്പോൾ ഇതിനും ചെറുതായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇതിന് പുഴുക്കളൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അതൊക്കെ പ്രൂൺ ചെയ്ത് സാഫും അതുപോലെ തന്നെ കരാട്ടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും നമ്മുടെ മൗണ്ടൻ വ്യൂ ഫ്രൂട്ട് ഗാർഡൻ്റെ ആണ്. എല്ലാത്തിനും നമ്മൾ കാട് ഇതിനകത്ത് തന്നെ ഇരിപ്പുണ്ട്, ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കാലാപ്പാടി മാവ്. നമുക്കിതിൽ കാണാം തെങ്ങ് ഓരോ ഇതിലും ഓരോ തെങ്ങും വെച്ചിട്ടാണ്. ഇതും നമ്മുടെ മൗണ്ടൻ വ്യൂ ഫ്രൂട്ട് ഗാർഡൻ്റെ ആണ്. പ്ലാന്റേഷൻ മൊത്തം മൗണ്ടൻ വ്യൂ ഫ്രൂട്ട് ഗാർഡൻ്റെ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് ഇതുപോലെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. വെറുതെ നട്ടാൽ പോരാ, മെയിൻറ്റെയിൻ കറക്റ്റായിരിക്കണം. ഇത് ബനാന മാവാണ്. ബനാന റെഡാണ്. അപ്പോൾ ഇതും ഒരു 3 വർഷം കറക്റ്റ് നല്ല ഗ്രോത്തില്ലേ. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ഒരു മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കാനായിട്ട് കാരണം. അപ്പോൾ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാം. ഇത് ബനാന റെഡിൻ്റെ പ്ലാന്റാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ ഏകദേശം 12ഓളം തൈകൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടുണ്ട്. അതൊന്നും വലുതാവാത്ത തരത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്ര അടുത്തായിട്ട് വെച്ചത്. പിന്നെ ഇതിനെ പ്രൂൺ ചെയ്ത് നിർത്തുകയും ചെയ്യും. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്കിവിടെ ഒരു ഫാം ഹൗസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വളം ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ നമുക്കിവിടെ ഒരാളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്ലാന്റേഷൻ നല്ല രീതിയിൽ ഇവിടെ നിൽക്കുന്നത്. ഇത് നമ്മുടെ R22 മാവാണ്. R22 നല്ല ഗ്രോത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ടാഗിനോൾ തന്നെ ഉണ്ട്. മൗണ്ടൻ വ്യൂ ഫ്രൂട്ട് ഗാർഡൻ്റെ ടാഗ് ഉണ്ടോ? ഇതാ നല്ല R22 മാവ് കണ്ടോ. നമ്മളൊന്ന് പറിച്ച് കളഞ്ഞിട്ട് ഇതൊന്നും ഇന്നോളുണ്ട്. അപ്പോൾ ഇത് നല്ല ഗ്രോത്ത് വെച്ചിട്ടുണ്ട്. കാണാം നല്ല അടിപൊളി. ഇപ്പോൾ മരുന്നടിച്ചിട്ടുണ്ട്. മരുന്നടിച്ചാൽ തന്നെ അതിന് അണുക്കളൊന്നും വരില്ല. നല്ല ഫ്രഷ് ആയിട്ടുള്ള തിരികളൊക്കെ വന്ന് സെറ്റായിക്കോളും. ഇത് വിയറ്റ്നാം സൂപ്പർ എളിയാണ്. ഇതും ഒരുമിച്ച് തന്നെ വെച്ചാണ് എല്ലാം. പക്ഷെ നല്ല ഗ്രോത്ത് ഉണ്ടല്ലേ. അപ്പോൾ ഇത് പരിചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഗ്രോത്ത്. ഇതാ നമ്മളിതിൻ്റെ നമുക്ക് നോക്കാം. ഇതാ മൗണ്ടൻ വ്യൂ ഫ്രൂട്ട് ഗാർഡൻ. ഇത് ഏകദേശം കട്ട് ചെയ്ത് കൊടുക്കാറായി. ഇപ്പോൾ ടൈറ്റായി നമുക്കിതങ്ങ്
കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് ഒരു വെക്കുന്ന ശരിയാണ്. അപ്പോൾ ഇതുപോലെ വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ വേണ്ട വിയറ്റ്നാം സൂപ്പർ ഏളി ഇത് കട്ട് ചെയ്ത് കൊടുത്തില്ല ഈ നങ്കീസ് ഇവിടെ ടൈറ്റ് ആവും. അപ്പോൾ ഇത് ഞാനിപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് വിയറ്റ്നാം സൂപ്പർ ഏളി. ഇത് ഹോം ഗ്രോണിൻ്റെ കംബോഡിയൻ ജാക്കാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം കുറച്ച് ചക്കകൾ ഉണ്ടായി. ഹോം ഗ്രോണിൻ്റെ കംബോഡിയൻ ജാക്ക്. അപ്പോൾ മൗണ്ടൻ വ്യൂ ഫ്രൂട്ട് ഗാർഡൻ്റെ ടാഗിലും നമ്മളാണിത് ചെയ്ത് കൊടുത്തത്. അതാണ് നമ്മൾ ടാഗ് ചെയ്ത ഹോം ഗ്രോണിൻ്റെ കാണാം. അപ്പോൾ ഹോം ഗ്രോണിൻ്റെ തൈയാണ്. അപ്പോൾ നമ്മൾ ഹോം ഗ്രോണിൻ്റെ തൈകൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മൗണ്ടൻ വ്യൂവിൻ്റെ പ്ലാന്റേഷനാണ്. അപ്പോൾ നമ്മളാണ് വെച്ചത്. നല്ല ഉഷാറുള്ള തൈയാണ്. ഇത് സ്വീറ്റ് കാട്ടിമോൺ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിനോട് 10ഓളം മാങ്ങ പറിച്ച് നല്ല ടേസ്റ്റാണ്. മാങ്ങേൻ്റെ തണ്ടുകളൊക്കെ കാണുക, നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതാ കുള്ളനാണെങ്കിൽ നിറയെ മാങ്ങേൻ്റെ ഉണ്ട്. അപ്പോൾ ഇതിന് ഇങ്ങനെ പാട് വരുന്നുണ്ട്, കറകളകുന്നുണ്ടെങ്കിൽ മരുന്ന് അടിച്ചു കൊടുക്കണം. കണ്ടോ, ഇതിപ്പോൾ ഞാൻ മരുന്ന് അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് പരിചരണമാണ് മസ്റ്റായിട്ട് വേണ്ടത്. അപ്പോൾ കറയിളകും, അതിങ്ങനെ വണ്ടുകളൊക്കെ വന്ന് കുത്തുന്നതുകൊണ്ടാണ്. അപ്പോൾ പരിചരിക്കുക, നല്ല രീതിയിൽ പരിചരിക്കുക, നല്ല പ്ലാന്റേഷൻ എടുക്കുക. ഇത് ഇവിയാർക്ക് ജാക്കാണ്. നല്ല ഗ്രോത്തില്ലേ. ഏകദേശം ഇവിയാർക്ക് ജാക്കിൻ്റെ പ്രത്യേകത ഇത് ഇത്രയും വലിയ ഇലയുണ്ടാവും. അപ്പോൾ നല്ല ഗ്രോത്ത് ഉണ്ട്. ഇപ്രാവശ്യം നമ്മളിങ്ങനെ ചക്ക പറിക്കും. ഇതാ മൗണ്ടൻ വ്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ പ്ലാന്റേഷൻ നമ്മൾ ഒരുക്കി തരും. നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ വെബ്സൈറ്റ് നോക്കിയാൽ മതി www.kannurmountain.com. ഇത് മിയാസാക്കിയാണ്. മിയാസാക്കി നമ്മുടെ അടുക്കാൻ റെയറായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഫേവറേറ്റ് കസ്റ്റമറായ പ്രദീപായിട്ട് നമ്മളിത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ മിയാസാക്കി, മാങ്ങ കാണാത്ത മിയാസാക്കി. ഇതാണ് നായിനെ കാവലെത്തി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വലിയ ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറയുന്നത്. പക്ഷേ നമ്മളിത് കഴിച്ച് നോക്കില്ല. നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും എന്തായാലും. നായിനൊക്കെ കാവലെത്തിയല്ലേ. അപ്പോൾ മിയാസാക്കിയാണിത്. അപ്പോൾ ഇത് നമ്മൾ റംബൂട്ടാൻ തന്നെ. വീണ്ടും റംബൂട്ടാനിലേക്ക് വന്ന് 2 റംബൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നത് 118ആണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലെ പ്രൂൺ ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് പുതിയ ശിഖരങ്ങൾ വരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. നമ്മൾ ഈ ഒരു ചെറിയൊരു സ്ഥലത്ത് ഏകദേശം 10ഓളം തെങ്ങും അതുപോലെ 12ഓളം ഫ്രൂട്ട് പ്ലാന്റ്സുകളും വെച്ചിട്ടുണ്ട്. 12 അതിൽ കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് അകലം ഏകദേശം നമ്മൾ കറക്റ്റ് 15 അടി അകലത്തിലാണ് എല്ലാം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മളൊരു പ്ലാന്റേഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ പുല്ലൊക്കെ ഉണ്ട് കുറച്ച്. ഇതെല്ലാം ഇപ്പോൾ ഈ ആഴ്ച ക്ലീൻ ചെയ്ത് ഈ തെങ്ങിനെല്ലാം ഇട്ട് കൊടുക്കും. അപ്പോൾ വളമിടേണ്ട സമയമാണിപ്പം. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.